സോ ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാംസങ്ങിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമാതിരത്തെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഗുഡ് ലോക്ക് സപ്പോർട്ടായ ഒരു ഫോൺ വേണം. പിന്നെ നിങ്ങളുടെ അടുത്ത് ഗുഡ് ലോക്ക് സപ്പോർട്ട് ചെയ്യണ ഫോൺ ഇല്ലെങ്കിൽ എങ്ങനെയാണ് എം സീരീസിൽ എഫ് സീരീസിൽ ഗുഡ് ലോക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോകേണ്ട മുമ്പേ നമുക്ക് ഗാലക്സി സ്റ്റോറിൽ പോകണം. ഓക്കെ, ഗാലക്സി സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഗുഡ് ലോക്ക് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാലക്സി സ്റ്റോറിൽ പോവാണ്. അവിടെ പോയിട്ട് ഗുഡ് ലോക്ക് സെർച്ച് ചെയ്തിട്ട് ഗുഡ് ലോക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പിൻ്റെ അവിടെ തീം പാർക്ക് ഉണ്ടാവും. തീം പാർക്കും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ ബാക്ക് പോയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് വാൾപേപ്പർ അടിച്ചു കൊടുക്കുക. ഗൂഗിളിൻ്റെ വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ വാൾപേപ്പർ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് സെർച്ചിൽ പോയിട്ട് നമുക്ക് KWGT പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇത് കസ്റ്റം വിഡ്ജറ്റ് മേക്കറാണ്. അതും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി ഒരു ആപ്ലിക്കേഷനും കൂടി ഡൗൺലോഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഐക്കൺ പാക്ക്. അപ്പോൾ ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെർച്ച് ബോക്സിൽ പോവുക. എന്നിട്ട് സെർച്ച് ചെയ്യുക ZWART ബ്ലാക്ക് ഐക്കൺ പാക്ക്, അതും ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഫോൺ കാണിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ S23 കാണിക്കുന്നത്. ഇപ്പോൾ നീ S21 FE കാണിക്കാൻ പോണത്. എങ്ങനെയാണ് ഈ കസ്റ്റമൈസേഷൻ അപ്ലൈ ചെയ്യാമെന്ന്. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ സാംസങ് ഗാലക്സി S21 FE. ഇത് ഫസ്റ്റ് തൊട്ടിട്ട് എങ്ങനെയാണ് കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗുഡ് ലോക്കിലേക്ക് പോവുക. ഗുഡ് ലോക്കിൽ പോയി കഴിഞ്ഞിട്ട് ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്യുക. ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് തീം പാർക്കിൽ പോവുക. തീം പാർക്കിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുണ്ടാവും. ഐക്കണിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂവിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഐക്കൺ പാക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഐക്കണിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വേണ്ടത്, റൗണ്ട് ആണോ സ്ക്വയർ ആണോ വേണ്ടത്, അത് സെലക്ട് ചെയ്യുക. പിന്നെ ഐക്കൺ പാക്കിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ പാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ZWART, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോഡിങ് ഇമേജ് ആവുന്നുണ്ട്. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നമുക്ക് റീനെയിം ചെയ്യണം, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ന്യൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തിട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക, ന്യൂ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അപ്ലൈ കൊടുക്കുക. അപ്പോൾ അപ്ലൈയിങ് ഐക്കൺ കാണാണ്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഐക്കൺസും ബ്ലാക്ക് ഐക്കൺ പാക്കായിട്ട് മാറും. കണ്ടില്ലേ? അപ്പോൾ ഇതുമാതിരി കാണാൻ കിട്ടും നമുക്ക്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് വാൾപേപ്പർ മാറ്റണം. അപ്പോൾ വാൾപേപ്പർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഗൂഗിൾ വാൾപേപ്പറിൽ പോവുക. ഗൂഗിൾ വാൾപേപ്പറിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റേഴ്സിൽ പോവുക. ടെക്സ്റ്റേഴ്സിൽ പോയിട്ട് ആദ്യത്തെ വാൾപേപ്പർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് വാൾപേപ്പർ കൊടുക്കുക. ലോക്ക് സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വാൾപേപ്പറായി സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫൈനലി ചെയ്യാനുള്ളത് നമ്മുടെ വിഡ്ജറ്റ്സ്. അപ്പോൾ വിഡ്ജറ്റ്സ് നമ്മൾ ഒരു വിഡ്ജറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചല്ലോ, അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്ജറ്റ്സിൽ പോവുക. വിഡ്ജറ്റ്സിൽ പോയിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ KWGT ഉണ്ടാവും. അത് വിഡ്ജറ്റിൻ്റെ സൈസ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യാൻ പോണത്, 3:2. അപ്പോൾ അത് ആഡ് കൊടുക്കുകയാണ്. ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഈ വിഡ്ജറ്റിൻ്റെ സൈസ് റീസൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പിടിച്ചിട്ട് റീസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് വിഡ്ജറ്റാണ് നമുക്ക് വെക്കേണ്ടത് അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ തരട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഡ്ജറ്റ് ഏതാണെന്ന്. ഇവിടെ കുറേ വിഡ്ജറ്റ്സ് കാണാൻ കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള വിഡ്ജറ്റ്സ് നമുക്ക് ഇതിൽ
ഇടാൻ പറ്റും. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട വിഡ്ജറ്റ്സ് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക. ഈ വിഡ്ജറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ വിഡ്ജറ്റ്സും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ലെയേഴ്സ് മാറ്റാൻ പറ്റും, ഗ്ലോബൽസ് കളേഴ്സ് മാറ്റാൻ പറ്റും, ഫ്ലോസ്, ഷോർട്ട് കട്ട്സ്, പിന്നെ കുറേ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അത് നേരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് കാണിക്കുകയാണെന്ന് വെച്ചാൽ വീഡിയോ 5 മിനിറ്റിൻ്റെ മേലെയായി പോകും. ഇപ്പോൾ ഇത് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കസ്റ്റമൈസേഷൻ ചെയ്യുകയാണ് ഈ വീഡിയോൻ്റെ ടൈറ്റിൽ ഇടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഡീറ്റെയിലായി കാണിക്കാൻ. സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ ഇവിടെ വിഡ്ജറ്റ് വരും. അത് നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് റീസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ഐക്കൺസിൻ്റെ ഒക്കെ സൈസ് കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ലോങ് പ്രസ് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഹോം സ്ക്രീൻ ഗ്രിഡ് ഉണ്ടാവും, അത് 5:6 കൊടുക്കുക, ഡൗൺ കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നീ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് വേണേൽ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുമാതിരി ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, ആപ്പ് സ്ക്രീൻ ഗ്രിഡ് നമുക്ക് 5:6 വെക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ സൈസ് കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടി സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സിൽ പോയിട്ട് ഫോൾഡർ ഗ്രിഡും 4:4 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് വന്നിട്ട് നമ്മുടെ ആപ്പ് ഡ്രോയർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ 3 ഡോട്ട് കാണാണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലീൻ അപ്പ് പേജസ്. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടും. സെറ്റായി കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ കിട്ടും. അപ്പോൾ ഇതുമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.